പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തുള്ള മനോഹരമായ ഒരു 2 സ്റ്റോറി വില്ലയുടെ നിർമ്മാണ വിശേഷങ്ങളാണ് വാസ്തുപരമ്പരയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. 18 സെന്റ് മാത്രം വലിപ്പം വരുന്ന ചെറിയൊരു പ്ലോട്ടിൽ നിർമ്മിച്ച ഒരു 4 ബെഡ് വില്ലയാണ് അത്. പ്രമുഖ രജിസ്റ്റേർഡ് സിവിൽ എഞ്ചിനീയർ ശ്രീ ആർ ബിജുരാജ് ആണ് ആ വില്ലയുടെ രൂപകൽപ്പന ഒരുക്കിയത്. അതിമനോഹരമാണ് അതിൻ്റെ എക്സ്റ്റീരിയർ, വളരെ മനോഹരമാണ് അതിൻ്റെ ഇന്റീരിയർ. നോക്കൂ, ഇതാണ് ആ വില്ല. $2,950 സ്ക്വയർ ഫൂട്ടിലാണ് ഈ വീടിൻ്റെ ഡിസൈൻ. 4 കിടപ്പുമുറികൾക്ക് പുറമെ ലിവിംഗ്, ഫാമിലി ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, വർക്കിംഗ് കിച്ചൺ, അപ്സ്റ്റെയർ ലിവിംഗ്, ബാൽക്കണി തുടങ്ങിയ സൗകര്യങ്ങളൊക്കെയുണ്ട് ഈ വീടിന്. ഇന്റീരിയർ ഫർണിഷിങ്ങിലാകട്ടെ പുതുമയേറിയ ഒരുപാട് പ്രൊഡക്റ്റുകളും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വീടിന്റെ കാഴ്ചകളാണ് വാസ്തുവിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റ്. പത്തനംതിട്ട ജില്ലയിൽ പന്തളം ടൗണിനരികെ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തിയായ ഒരു വില്ലയാണിത്. എക്സ്റ്റീരിയർ ഡിസൈനിൽ ഒരു വിക്ടോറിയൻ ഫോക്ക് ഹൗസിന്റെ ചാരുത ചാലിച്ചൊരുക്കിയ ഒരു വീട്. 18 സെന്റ് വലിപ്പമുള്ളൊരു പ്ലോട്ടിലാണ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഇങ്ങനെ ആകർഷകമായി ഒരുക്കിയ ഒരു വില്ലയാണിത്. പന്തളം സ്വദേശിയും എറണാകുളത്ത് വിന്റേജ് ഹോംസിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ പ്രമുഖ രജിസ്ട്രേഡ് സിവിൽ എഞ്ചിനീയർ ശ്രീ ആർ ബിജുരാജ് ആണ് ഈ വില്ലയുടെ രൂപകൽപ്പന ഒരുക്കിയതും ആകർഷകമായ വിധത്തിൽ ഇതിന്റെ ഇന്റീരിയർ ഒരുക്കിയതും. കേരളത്തിന്റെ ക്ലൈമറ്റിന് യോജിക്കുന്ന വിധത്തിലുള്ള ഒരു 4 ബെഡ് ഹൗസ് എന്ന കോൺസെപ്റ്റിലാണ് ശ്രീ ആർ ബിജുരാജ് ഇതിന്റെ രൂപകൽപ്പന ഒരുക്കിയത്. ക്ലയന്റ് റിക്വയർമെന്റ് ഒരു 4 ബെഡ്റൂം ഹൗസ് ആയിരുന്നു, വിത്ത് ഓൾ അതർ അമ്യൂണിറ്റീസ് ലൈക്ക് ഗസ്റ്റ് ലിവിംഗ്, ഫാമിലി ലിവിംഗ്, കിച്ചൺ, വർക്ക് ഏരിയ, സ്റ്റോർ. അതോടൊപ്പം തന്നെ ഫ്രണ്ടിൽ ഒരു ലെങ്തി ആയിട്ടുള്ളൊരു വരാന്ത. അത് വീടിൻ്റെ ഫുൾ വിഡ്ത്തിൽ നിൽക്കത്ത രീതിയിലുള്ള വരാന്ത. അതൊരു മെയിൻ റിക്വയർമെൻ്റ് ആയിരുന്നു. അതിനനുസരിച്ച് തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോയറിലേക്ക് വരും. ഫോയർ ഒരു കോമൺ ഏരിയ, ആ കോമൺ ഏരിയയിൽ നിന്നാണ് ഗസ്റ്റ് ലിവിങ്ങിലേക്കും ഫാമിലി ലിവിങ്ങിലേക്കും എൻട്രി ചെയ്യുന്നത്. ഫാമിലി ലിവിംഗ് എന്നാണ് സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കേസ് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു അപ്പർ ലിവിംഗ് ഉണ്ട്, കൂടാതെ 2 ബെഡ്റൂംസ് വിത്ത് ഡ്രസ് ആൻഡ് ടോയ്ലറ്റ്, ബാൽക്കണി. ഇത്രയാണ് ഈ വീടിൻ്റെ
ഫെസിലിറ്റീസ് നൽകിയിരിക്കുന്നത്. 18 സെന്റ് വലിപ്പമുള്ള ഒരു പ്ലോട്ടിലാണ് ഈ വീടിന് നിർമ്മാണം. വടക്ക് ദർശനമായുള്ളതാണ് പ്ലോട്ട്. 2 നിലയിൽ 2950 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വീടൊരുക്കിയതിനാൽ പ്ലോട്ടിന്റെ മുൻഭാഗം മുഴുവനായി തന്നെ മുറ്റമായി മാറ്റിയിരിക്കുകയാണ് ഇവിടെ. ടൈൽസ് പതിച്ച വലിയ മുറ്റം. പ്ലോട്ടിനെ ചുറ്റി ആകർഷകമായ കോമ്പൗണ്ട് വാളും ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ പാരമ്പര്യ വാസ്തുശാസ്ത്ര നിയമങ്ങൾ പാലിച്ചാണ് ഈ വീടിന്റെ രൂപകൽപ്പന. അതിനാൽ പ്ലോട്ടിന്റെ വടക്ക് കിഴക്ക് കോണിലായി കിണറിന് സ്ഥാനവും നൽകിയിരിക്കുന്നു. പൂക്കൂടയുടെ ആകൃതിയാണ് കിണറിന്റെ ആൾമറയ്ക്ക്. 2 ഗേറ്റുകളാണ് ഈ വീടിന്. ഒന്ന് ഈ കാർ ഗേറ്റ് ആണ്. വീടിന്റെ നേരെ മധ്യത്തിലായി ഈ പെഡസ്ട്രിയൻ ഗേറ്റും നൽകിയിട്ടുണ്ട്. റോഡിൽ നിന്നുള്ള കാഴ്ചയിൽ ഏറെ ആകർഷകമായി തോന്നുന്ന ഒരു എക്സ്റ്റീരിയർ ഡിസൈനാണ് ഈ വീടിൻ്റേത്. 2 സ്റ്റോറി സ്ട്രക്ചർ. അതിൽ തന്നെ പലവിധ റൂഫിംഗ് പാറ്റേൺ. അങ്ങനെയാണ് ഇതിന്റെ രൂപകൽപ്പന. ഓടുമേഞ്ഞ സ്ലോപ്പിംഗ് റൂഫ്, കുറച്ചു ഭാഗത്തായി നൽകിയ ഫ്ലാറ്റ് റൂഫ്, ചെറിയൊരു പർഗോള റൂഫും. അങ്ങനെ വിവിധ ശൈലികളിലാണ് ഇതിന്റെ എക്സ്റ്റീരിയർ പാറ്റേൺ ഒരുക്കിയിട്ടുള്ളത്. ഫോക്ക് വിക്ടോറിയൻ സ്റ്റൈലിലുള്ളതാണ് ഇതിന്റെ സ്ലോപ്പിംഗ് റൂഫ്. മോണിയറിന്റെ കോൺക്രീറ്റ് ടൈലാണ് റൂഫിൽ വിരിച്ചത്. അങ്ങനെ ഏറെ ചേതോഹരമാണ് ഇതിന്റെ എക്സ്റ്റീരിയർ. നമ്മുടെ ക്ലൈമറ്റിലൂടെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു എലിവേഷൻ പാറ്റേൺ ആണ് ഈ ബിൽഡിങ്ങിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സെമി ഫോക്ക് വിക്ടോറിയൻ സ്റ്റൈൽ എലിവേഷൻ ഇതിന് നൽകിയിരിക്കുന്നത്. ഒരു വിക്ടോറിയൻ സ്റ്റൈൽ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ധാരാളം എലിമെൻറ്റ്സ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. 2 സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഗേബിൾ ആൻഡ് സ്ലോപ്പ് റൂഫ്, അതിൻ്റെ താഴെയായിട്ട് വരുന്ന അതിൻ്റെ ഈവ് ബോർഡിൽ വരുന്ന ബ്രാക്കറ്റ്സ്, ഇതൊക്കെ വിക്ടോറിയൻ സ്റ്റൈൽ ബിൽഡിങ്സിൽ കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള നീളത്തിലുള്ള വരാന്ത വിച്ച് എക്സ്റ്റെൻഡഡ് അറ്റ് ദ 2 സൈഡ്സ് ഓഫ് ദ ബിൽഡിംഗ്. ഇത് നമ്മുടെ ക്ലൈമറ്റിന് വളരെ ഫേവറബിളാണ്. കാരണം സൺലൈറ്റ് ഡയറക്റ്റ് വീടിൻ്റെ ഭിത്തിയിലേക്ക് അടിക്കാതിരിക്കുകയും അതുകൊണ്ട് തന്നെ ചൂട് വീടിൻ്റെ ഇൻറ്റീരിയർ വളരെയധികം കുറയുകയും ചെയ്യുന്നു. ഇതാണ് ഈ എലിവേഷൻ പാറ്റേണിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതോടൊപ്പം തന്നെ ഒരു കണ്ടംപററി എലമെൻറ്റ് ഈ വീടിൻ്റെ എലിവേഷനിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കാണുന്ന ഇൻ്റർസെക്ഷനിൽ വരുന്ന കേർവ്ഡ് ഷേപ്ഡ് പർഗോള റൂഫ്ഡ് സിറ്റ് ഔട്ട്. ഇതുകൊണ്ട് തന്നെ വിക്ടോറിയൻ സ്റ്റൈൽ കൂടാതെ തന്നെ ഒരു കണ്ടംപററി സ്റ്റൈൽ, മിക്സ് സ്റ്റൈൽ ഈ എലിവേഷന് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വീടിന്റെ നേരെ മധ്യേ മുന്നോട്ട് പ്രൊജക്റ്റ് ചെയ്തുള്ളതാണ് ഇതിന്റെ കാർ പോർച്ച്. എക്സ്റ്റീരിയറിന് ഭംഗി നൽകുന്നതിൽ ഈ കാർ പോർച്ചിനും പങ്കുണ്ട്. കാർ പോർച്ചിൽ നിന്നുള്ള എൻട്രി നീണ്ട വരാന്തയിലേക്കാണ്. വീടിന്റെ മുൻവശമാകെ നീണ്ടു കിടക്കുന്ന വരാന്ത. സ്ക്വയർ ഷേപ്പിലുള്ള കുറെ പില്ലറുകളും വരാന്തയിലുണ്ട്. ഗ്രൂവ് വർക്ക് നൽകിയുള്ള പില്ലറുകൾ വെയിൽ, മഴ എന്നിവയിൽ നിന്ന് വീടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനൊപ്പം എക്സ്റ്റീരിയറിന് ഭംഗി നൽകുന്നുകൂടിയുണ്ട് ഈ വരാന്തയും പില്ലറുകളും. പെഡസ്ട്രിയൻ ഗേറ്റിന് അഭിമുഖമായി കാർ പോർച്ച്. കാർ പോർച്ചിന് അഭിമുഖമായി വീട്ടിലേക്കുള്ള എൻട്രി ഡോർ. അങ്ങനെയാണ് ഇതിന്റെ രൂപകൽപ്പന. ട്രഡീഷണൽ എലമെന്റുകൾ നൽകി ഭംഗിയോടെ രൂപകൽപ്പന ചെയ്തതാണ് ടീക്ക് വുഡിലുള്ള ഈ എൻട്രി ഡോർ. ഈ ഡോർ തുറക്കുന്നത് നല്ലൊരു ഫോയർ സ്പേസിലേക്കാണ്. ആകർഷകമായ ഫോയർ വർക്കും സൈഡ് വാളും അതിൽ വാൾപേപ്പറും ഒക്കെയായി ഭംഗിയോടെ ഒരുക്കിയ ഫോയർ. ഫോയറിന്റെ സീലിംഗിൽ പെർഗോള വർക്കും നൽകിയിട്ടുണ്ട്. ഈ ഫോയറിന്റെ ഇടതുവശത്തായിട്ടാണ് ഇവിടുത്തെ ഫോമൽ ലിവിംഗ്. സി ഷേപ്പിൽ ഫർണിഷിംഗ് ഒരുക്കിയ ലിവിംഗ് സ്പേസ്. പുതുമയേറിയതാണ് ഇവിടുത്തെ ഇന്റീരിയർ വർക്ക്. മനോഹരമായ കുഷൻ സെറ്റുകൾ, ആകർഷകമായ ടീപോയ്, ഭംഗിയോടെ ഒരുക്കിയ സൈഡ് വാൾ, സുന്ദരമായ കർട്ടനുകൾ. ഹൃദ്യമാണ് ഈ മുറിയുടെ ഫർണിഷിംഗ്. ഒരു വശത്തെ ചുമർ വെനീറും ഗ്ലോബോർഡും മറ്റും നൽകിയാണ് ഒരുക്കിയത്. ക്യൂരിയോസുകൾ വെക്കാൻ പാകത്തിൽ നീഷകളുമുണ്ട്. മറ്റൊരു വശത്ത് ചുമരൊഴിവാക്കി ഒരു വ്യൂ സ്റ്റോപ്പർ പാർട്ടീഷനാണ് നൽകിയത്.
സാൻഡ്വിച്ച് ഗ്ലാസും ഗിൽബോർഡും ഒക്കെയായി നൽകിയ പാർട്ടീഷൻ. ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ആണ് ഇത്. മെയിൻ ഡോർ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഫോയറിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടാണ് ഈ ഗസ്റ്റ് ലിവിംഗ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു 3 സൈഡ് സീറ്റിംഗ് ലഭിക്കത്തക്ക രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റുകളെ അവർക്ക് വളരെയധികം അട്രാക്ഷൻ ഫീൽ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ പാറ്റേൺ ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. വളരെ പുതുമയുള്ള കുറച്ച് മെറ്റീരിയൽസ് ഇതിന് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ പാറ്റേൺ നൽകിയിട്ടുണ്ട്. ഗ്ലോ ബോർഡ്, അതുപോലെ ഗ്രിൽ ബോർഡ്, അങ്ങനെ ചില പുതിയ മെറ്റീരിയൽസ് ഇതിന് നൽകിയിട്ടുണ്ട്. അതുപോലെ വെനീർ ഫിനിഷ്. ഈ ഭാഗത്തായിട്ടുള്ള വ്യൂ സ്റ്റോപ്പർ, അത് ഈ ഗസ്റ്റ് ലിവിങ്ങിനും ഫാമിലി ലിവിങ്ങിനും തമ്മിലുള്ള ഒരു ബൈഫിക്കേഷനായിട്ട് ആക്ട് ചെയ്യുന്നു. അങ്ങോട്ടുള്ള ഒരു പ്രൈവസി എൻഷുർ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു വ്യൂ സ്റ്റോപ്പറായിട്ട് അത് ആക്ട് ചെയ്യുന്നു. അതിൽ തന്നെ ഒരു സാൻഡ്വിച്ച് ഗ്ലാസ്, 2 ഗ്ലാസുകൾ മിക്സ് ചെയ്ത് പേസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഈ റൂമിൻ്റെ ഇൻറ്റീരിയർ പാറ്റേണിന് വേണ്ടി നൽകിയിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഫാമിലി ലിവിംഗ് കൂടി നൽകിയുള്ളതാണ് ഈ വീടിന്റെ ഡിസൈൻ. ഫോമൽ ലിവിംഗിന്റെ തൊട്ടടുത്ത സ്പേസ് തന്നെയാണ് ഫാമിലി ലിവിംഗിൻ്റേത്. ഒരു ടി ഷേപ്പ് ഹാളിന്റെ പാർട്ടാണ് ഈ ഫാമിലി ലിവിംഗ്. എൽ ഷേപ്പിൽ സീറ്റിംഗ് ക്രമീകരിച്ച ഇടം. TV കാണുവാനുള്ള സൗകര്യമൊരുക്കിയതും ഇവിടെ തന്നെയാണ്. LED TV, അത് വയ്ക്കാനുള്ള ആകർഷകമായ TV റാക്ക്, അതിനപ്പുറമായി ഒരു കോർട്ട്യാർഡ് സ്പേസ് എന്നിവയൊക്കെ ഈ ലിവിംഗ് സ്പേസിനെ ആകർഷകമാക്കുന്നു. കോർട്ട്യാർഡിന്റെ ഏരിയ ഒരു പ്രെയർ ഏരിയ ആയി കൂടിയാണ് ഡിസൈൻ ചെയ്തത്. പർഗോള റൂഫ്, പെബിൾസ് വിരിച്ച ഫ്ലോർ, അങ്ങനെ വളരെ മനോഹരമാണ് ഈ കോർട്ട്യാർഡ് സ്പേസ്. ഇവിടിൻ്റെ ഫാമിലി ലിവിംഗ് ആണ് ഇത് വളരെ സ്പേഷ്യസ് ആയിട്ട് ഗസ്റ്റ് ലിവിംഗിൽ നിന്നും പ്രൈവസി ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു റൂമായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എൽ ഷേപ്പിലുള്ളൊരു സീറ്റിംഗ് പാറ്റേൺ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫാമിലി മെമ്പേഴ്സിനെ ഒന്നിച്ചിരുന്ന് TV കാണത്തക്ക രീതിയിലുള്ള ഒരു LED റാക്കും ഇവിടെ നൽകിയിരിക്കുന്നു. അത് വാൾപേപ്പറൊക്കെ കൊടുത്ത് കോൺട്രാസ്റ്റ് കളർ വെനീർ നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഇതിൻ്റെ സൈഡിലൊരു കോർട്ട്യാർഡ് കാണാവുന്നതാണ്. അതിനൊരു ഡ്യുവൽ പർപ്പസ് ഉണ്ട്. ഒരു പ്രെയർ റൂമായിട്ട് കൂടി ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീടിൻ്റെ ഈസ്റ്റ് ഫേസിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് ഇരുന്നുകൊണ്ട് പ്രെയർ നടത്തത്തക്ക രീതിയിലുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കോർട്ട്യാർഡ് വളരെ അട്രാക്റ്റീവ് ആക്കാനായിട്ട് ഇതിൻ്റെ കോർട്ട്യാർഡിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് പെബിൾസ് നൽകിയിട്ടുണ്ട്. ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ ക്ലാഡിംഗ് സ്റ്റോൺ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഈ വീടിന്റെ ഉൾമുറികളിലേക്ക് ധാരാളം നാച്ചുറൽ ലൈറ്റ് ഉറപ്പുവരുത്തുന്നുണ്ട് ഈ കോർട്ട്യാർഡ്. ഫോമൽ ലിവിംഗ് സ്പേസിനെ ഫാമിലി ലിവിംഗുമായി സെപ്പറേറ്റ് ചെയ്യുന്ന വുഡൻ ആൻഡ് ഗ്ലാസ് പാർട്ടീഷന്റെ മധ്യേ നൽകിയ വിടവുകൾ വഴി ഫോമൽ ലിവിംഗിലേക്കും ഈ നാച്ചുറൽ ലൈറ്റ് കടന്നു ചെല്ലുന്നുണ്ട്. ഈ ഫാമിലി ലിവിംഗ് സ്പേസിന്റെ അഡ്ജസന്റായി കോമ്പാക്ട് സ്റ്റൈലിലാണ് ഇവിടുത്തെ ഫോമൽ ഡൈനിങ് ഏരിയ ഒരുക്കിയത്. 6 സീറ്ററായ സജ്ജീകരണം. ഡൈനിങ് ടേബിളിൽ നിന്ന് അല്പം അകലെ സ്റ്റെയർകേസിന്റെ സമീപത്തായാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ. ഡൈനിങ് സ്പേസിന് അഡ്ജസന്റായി പ്രത്യേക മുറിയായാണ് ഇവിടുത്തെ കിച്ചൺ ഒരുക്കിയത്. ഒരു ഫാമിലി ഡൈനിങ് കൂടി അറേഞ്ച് ചെയ്തതാണ് ഫോമൽ കിച്ചൺ. ധാരാളം സ്റ്റോറേജ് ക്യാബിൻസും മോഡേൺ കിച്ചൺ എക്യുപ്മെന്റുകളും നൽകിയാണ് ഈ മെയിൻ കിച്ചൺ ഒരുക്കിയത്. തൊട്ടരികെ ഒരു സെക്കൻഡ് കിച്ചണുമുണ്ട്. ട്രഡീഷണൽ വാസ്തു അനുസരിച്ച് അഗ്നികോൺ എന്ന് വിശേഷിപ്പിക്കുന്ന തെക്ക് കിഴക്കേ കോണിലായാണ് കിച്ചൺ നിർമ്മിച്ചിട്ടുള്ളത്. താഴെ 2, മുകളിൽ 2, അങ്ങനെ ആകെ 4 കിടപ്പറകളോടെ രൂപകൽപ്പന ചെയ്ത ഒരു വില്ലയാണ് ഇത്. ഇനി ആ കിടപ്പറകൾ, അവയുടെ ഫർണിഷിംഗ് രീതി എന്നിവ കാണാം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവിടെയുള്ള 2 കിടപ്പറകളിൽ മാസ്റ്റർ ബെഡ്റൂമായി ഒരുക്കിയ മുറി ഇതാണ്. വാസ്തുശാസ്ത്ര നിയമപ്രകാരം തെക്ക് പടിഞ്ഞാറേ മൂലയായ നൃതി കോണിൽ ഒരുക്കിയ കിടപ്പറ. ഫർണിഷിംഗിൽ ഒട്ടേറെ പുതുമകൾ കൂടി നൽകിയാണ് R. ബിജുരാജ് ഈ കിടപ്പറയൊരുക്കിയത്. തെക്ക് ഭാഗത്തേക്ക് ശിരസ് വെച്ചുറങ്ങാവുന്ന ഘടന. ഹെഡ് വാളിന് നൽകിയ വെനീർ കൊണ്ടുള്ള ഡിസൈൻ വർക്കാണ് ഈ മുറിയെ ആകർഷകമാക്കുന്നത്. വാൾപേപ്പർ, LED ലൈറ്റിംഗ്, ഭംഗിയാർന്ന കർട്ടൻ എന്നിവയൊക്കെ ഇന്റീരിയർ വർക്കിന്റെ പാർട്ടായി ഇവിടെ നൽകിയിട്ടുണ്ട്.
പൂർണ്ണമായിട്ട് വാസ്തു നിയമങ്ങൾക്കനുസൃതമായിട്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണം. അതുകൊണ്ട് തന്നെ കന്നിമൂല ഭാഗത്തായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹെഡ് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് 2 കോൺട്രാസ്റ്റ് ഫീലിംഗ് ലഭിക്കത്തക്ക രീതിയിലുള്ള വെനീർ ഉപയോഗിച്ചാണ്. ഇത് ഓക്ക് വുഡിൻ്റെ വെനീറാണ്. അതോടൊപ്പം തന്നെ ഇത് സ്മോക്ഡ് സവേലി വുഡിൻ്റെ വെനീറാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഗ്രൂവ് വർക്ക് നൽകിയിട്ടുള്ള ഒരു പാറ്റേണിലൊരു നിഷ് വരത്തക്ക രീതിയിൽ LED ലൈറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ വർക്കായിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു വാൾപേപ്പറും ഇവിടെ നൽകിയിരിക്കുന്നു. ഈ ഡ്രസ്സിംഗ് ഏരിയ കിഴക്കോട്ട് തലവെച്ചുറങ്ങാവുന്ന വിധത്തിലാണ് ഘടന. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് റൂമും ഡ്രസ്സിംഗ് ഏരിയയുമുണ്ട്. ഫാമിലി ലിവിംഗും ഡൈനിങ് ഏരിയയും സമന്വയിപ്പിച്ച ഷേപ്പ് ഹാളിന്റെ ഒരു ഭാഗത്തായാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ്. ഗ്രാനൈറ്റിന്റെ പടികളും സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റീൽസും ഒക്കെ നൽകിയ കർവ്ഡ് ഷേപ്ഡ് സ്റ്റെയർ കേസ്. ഏഷ്യൻ പെയിന്റ്സിന്റെ റോയൽ പ്ലേ ടെക്സ്ചർ നൽകി സ്റ്റെയർ കേസ് വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ സ്റ്റെയർ കേസ് കയറിയെത്തുന്നിടം ഒരു അപ്പർ ലിവിംഗ് ഏരിയയാണ്. TV കാണുവാനുള്ള സൗകര്യം കൂടി നൽകിയുള്ള അപ്പർ ലിവിംഗ് സ്പേസ്. ഇതോടനുബന്ധിച്ച് നൽകിയ ഈ ടേബിൾ ഒരു സ്റ്റഡി ഏരിയയായോ അയൺ ചെയ്യാനുള്ള ഇടമായോ ഉപയോഗിക്കാം. ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ 2 വശങ്ങളിലായി 2 കിടപ്പറകളാണ്. അതിലൊന്ന് ഇതാണ്, ഒരു സ്റ്റഡി കം ബെഡ്റൂം. കിഡ്സ് ബെഡ്റൂമാണ് ഇത്. ഫർണിഷിംഗിലെ ഭംഗി ഇതിനെ ഏറെ സുന്ദരമാക്കുന്നു. ഹെഡ് വാളിന്റെ ഡിസൈൻ വർക്കാണ് ഏറെ ആകർഷകം. ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. അത് 2ഉം കിഡ്സ് ബെഡ്റൂമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു കിഡ്സ് ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് കുട്ടികൾക്ക് ഒരു വളരെ അട്രാക്ഷൻ തോന്നത്തക്ക രീതിയിലുള്ള ഒരു ഹെഡ് വാൾ വർക്കാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇത് ഒരു പുതിയ പ്രോഡക്റ്റാണ്. ഇതൊരു ഗ്ലോ ബോർഡ് എന്ന് പറഞ്ഞൊരു പുതിയ ഒരു ബോർഡാണ്. ഇത് മാർക്കറ്റിൽ അങ്ങനെ തന്നെ നമുക്ക് വാങ്ങാൻ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ ചിരട്ടയുടെ അതിൽ നിന്ന് ട്രീറ്റ് ചെയ്ത് എടുക്കുന്ന വെനീർ ഷീറ്റാണ്. അത് ഇതിന് കോൺട്രാസ്റ്റ് വരത്തക്ക രീതിയിൽ ഇതിൻ്റെ സെൻറ്ററിൽ ഫിക്സ് ചെയ്ത് ഒരു ഹെഡ് വാൾ വർക്കാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ടോപ്പിലൊരു സ്ട്രിപ്പ് ബേളെന്ന് പറയുന്നത് നമ്മുടെ മരത്തിൻ്റെ വേരിൽ നിന്ന് ചോപ്പ് ചെയ്തെടുക്കുന്ന മെറ്റീരിയലാണ്. അത് ബേള ഈ ടോപ്പിലൊരു സ്ട്രിപ്പായിട്ട് നൽകിയിരിക്കുന്നു. അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു വാൾപേപ്പറും നൽകിയിട്ടുണ്ട്.
എക്സ്റ്റീരിയർ അറേഞ്ച്മെന്റുകളോടെ. എക്സ്റ്റീരിയറിന്റെയും ഇന്റീരിയറിന്റെയും ചാരുതയ്ക്കൊപ്പം വാസ്തു നിയമങ്ങൾ കൂടി പാലിച്ചു നിർമ്മിച്ച വീടായതിനാൽ മനോഹരമായൊരു പാർപ്പിട നിർമ്മിതിയെന്ന് ഈ വീടിനെ വിശേഷിപ്പിക്കാം.